വ്യാജ റിക്രൂട്ട്മെന്റിൽ കുവൈറ്റിലെത്തി 5 മാസത്തോളം മാനസിക വിഷമവും സാമ്പത്തിക നഷ്ടവും അനുഭവിച്ച 15ഓളം പേർ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഈ വിഷമഘട്ടത്തിൽ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന യൂത്ത് ഇന്ത്യ കുവൈറ്റിനും പാലക്കാട് പ്രവാസി അസോസിയേഷൻ പൽപ്പക്കിനും ജയ്ഹിന്ദ് ടിവിയുടെയും ഹലാ കുവൈറ്റിന്റെയും ആശംസകൾ. ഇതിലൊരു ഭാഗവാക്കാവാൻ ജയ്ഹിന്ദ് ടിവിക്ക് കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും. തുടർന്നും സാമൂഹിക സംഘടനകളുടെ ആത്മാർത്ഥ സഹകരണം ഇത്തരം വിഷയങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. നാട്ടിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും സഹായഹസ്തവുമായി വന്ന യൂത്ത് ഇന്ത്യയിലെ പ്രവർത്തകരോടും വിവരങ്ങൾ തിരക്കുകയാണ് ഗിരീഷ് ഒറ്റപ്പാലം. ഒരുപാട് പ്രതീക്ഷകളുമായി കേരളത്തിൽ നിന്നും കുവൈറ്റിലെത്തി ജീവിത ചെലവിനും വളരെ ബുദ്ധിമുട്ടി ശമ്പളമോ മറ്റുള്ള ഒന്നും ലഭിക്കാതെ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട 15ഓളം സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു. അവരിപ്പോൾ തിരിച്ചുപോക്കിന്റെ വക്കിലാണ്. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇതിലേക്ക് വളരെ സജീവമായി അവരെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനായി പല സംഘടനകളും മുന്നിലേക്ക് വന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന യൂത്ത് ഇന്ത്യ ഈ ഒരു സമയത്ത് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശദമാക്കാം. ഇവരുടെ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ യൂത്ത് ഇന്ത്യയുടെ പ്രവർത്തകരോട് വരികയും ഇവരെ കാണുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ, നമുക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ അവരെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരിൽ നിന്ന് 15 പേർ ഇപ്പോൾ നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വിവരം പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വരികയും വന്നിട്ട് അവർക്ക് ചെറിയൊരു നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ചെറിയൊരു സമ്മാനം അവർക്ക് ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ KGയുടെ കനിവ് വഴിയുള്ള ഒരു സാമ്പത്തിക സഹായം, അവർ യാത്രയിലേക്ക് ആവശ്യമായ ചെറിയൊരു സാമ്പത്തിക സഹായം അവർക്ക് ഇപ്പോൾ കൈമാറാനും ഈ ഒരു സമയത്ത് ചെറിയ സഹായം എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു സഹായം തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. എന്താണ്, എങ്ങനെയായിരുന്നു ഇവരോടുള്ള ഈ ഒരു പ്രശ്നം എങ്ങനെയായിരുന്നു അറിഞ്ഞത്? നിങ്ങൾ യൂത്ത് ഇന്ത്യ അറിഞ്ഞത് ഞങ്ങൾ ജയ്ഹിന്ദ് പ്രവർത്തകരല്ലാതെ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അറിഞ്ഞത്? എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത്? ഇവർ നമ്മളോടുമായി മുമ്പേ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇവിടെ പള്ളിയിലേക്ക് വന്നിട്ടും അതുപോലെ സംഗതി നമ്മൾ മറ്റു പല സംഗതികളുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മളുമായി സഹകരിക്കുകയും ഇവരെ ക്യാമ്പിൽ വന്ന് നമ്മൾ സഹായ സഹകരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങൾ സഹായിക്കുന്നത് കൂടാതെ വേറെ എന്തൊക്കെയാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ? കാര്യമായിട്ട് നമ്മൾ മലയാളി കമ്മ്യൂണിറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒത്തിരി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാസ ലോകത്ത് പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് കഴിയുമ്പോഴും ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവൈലബിളായ റിസോഴ്സസ് വെച്ചിട്ട് ഇതുപോലെ ചാരിറ്റി, റിലീഫ്, ഇതുപോലെ ഇമ്മീഡിയറ്റുള്ള സപ്പോർട്ട്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ലോ ആയിട്ട് നിൽക്കുന്ന ലേബർ ക്യാമ്പുകളിൽ മെഡിക്കൽ ക്യാമ്പ്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു പരിതാപകരമായ ഒരവസ്ഥയാണ്. കാരണം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രതീക്ഷകളുമായി വന്നിട്ട് ഒന്നുമില്ലാണ്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ 15 പേരാണല്ലോ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഗൾഫ് പ്രതീക്ഷയുമായി വന്നു, പ്രശ്നങ്ങളിലായി, വീണ്ടും തിരിച്ചു കുറേ പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ 15 കഴിഞ്ഞാൽ ഇനിയും കുറേ പേരുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ്? ബാക്കിയുള്ളവർ ഇപ്പോൾ ഡിസംബർ വരെ വെയിറ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ കമ്പനി ഏത് രീതിയിലാണ് പ്രതികരിക്കാമെന്ന് അറിയാത്തതുകൊണ്ടും ആ ഒരു പേടി മൂലം എല്ലാവരും മാറി നിൽക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചായിരുന്നു? ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് 10 ദിനാർ വെച്ച് അവർ ഞങ്ങൾക്ക് ഫുഡ് അലവൻസ് ആയിട്ട് തന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് 3000 ഇന്ത്യൻ രൂപ ഞങ്ങൾക്ക് ടാക്സി അലവൻസ് ആയിട്ട് അവർ തന്നിരുന്നു, ട്രാവൽ അലവൻസ് ആയിട്ട് തന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ വളരെ സജീവമായിട്ട് തന്നെയാണ് ഇടപെട്ടത്. അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും അവർ സഹായം, ഞങ്ങൾക്ക് അവർ കമ്പനി ടിക്കറ്റ് തരില്ല, പാസ്പോർട്ട് തരില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എംബസി ഞങ്ങൾക്ക്, ഇന്ത്യൻ എംബസി ടിക്കറ്റ് എടുത്തു തരാൻ, കമ്പനി പാസ്പോർട്ട് തരികയാണെങ്കിൽ എന്നവർ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ കമ്പനി തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റും പാസ്പോർട്ടും തന്നു. അപ്പോൾ അതിനുള്ള എല്ലാ സഹായങ്ങളും എംബസി വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. റിക്രൂട്ടിംഗ് ഏജന്റിന് ചെന്ന് കണ്ട് ആ പൈസ തിരികെ വാങ്ങാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത പൈസ, ഞങ്ങൾ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവർക്ക് പൈസ കൊടുത്തത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ജോലിയില്ല, അവർ ഞങ്ങൾക്ക് ഓഫർ ചെയ്ത യാതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുത്ത പൈസയും അതിന് നഷ്ടപരിഹാരം കിട്ടുമെങ്കിൽ അതും ഞങ്ങൾ അവരിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. അല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ആരും സ്വന്തം പൈസ എടുത്തിട്ട് വന്നവരല്ല. എല്ലാവരും ഇവിടെ നിന്ന് പലയിടത്തും ബാങ്ക് ലോണ്, മറ്റുള്ള കാര്യങ്ങൾ, വ്യക്തികളിൽ നിന്ന് വട്ടി, പലിശ കാര്യങ്ങൾ ഇതെല്ലാം ആയിട്ട് വന്ന വ്യക്തികളാണ്. 5 മാസം കൊണ്ട് 1 ലക്ഷം രൂപ അവർക്ക് ഒന്നിന് മുകളിലും പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 5 മാസം കൊണ്ട് 1 ലക്ഷം രൂപ വാങ്ങിയാൽ 1.5 ലക്ഷം രൂപ കടബാധ്യതയായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദിത്തം ഏജൻസി പറഞ്ഞേ തീരൂ. അവരുടെ അടുത്ത് ഞങ്ങളത് എന്തായാലും പോയി എമൗണ്ട് റീഫണ്ട് ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞങ്ങൾ ചെയ്യും. നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ച് കൂടുതൽ പ്രതീക്ഷകളുമായി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇനി അവർക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഏജന്റിന് വളരെ കഷ്ടത അനുഭവിച്ച്
1.25 ലക്ഷം രൂപയെല്ലാം കൊടുത്ത് വന്നവർക്ക് ആ പണം തിരികെ ലഭിക്കാനുള്ളൊരു മാർഗം, അതിന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നേതാക്കന്മാരും ഇവരുടെ പ്രശ്നങ്ങളിൽ ഒന്നിച്ച് ഇടപെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.